വെൽക്കം ടു ഗിന്നസ് റഷീദ് ടോക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. ഒരുപാട് കാര്യങ്ങളിൽ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ആശയങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റുകളും, നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന ഇന്നത്തെ ഗസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടോക്ക് കഴിയുമ്പോഴേക്കും ഒരു പുതിയ ആശയം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരുപാട് ഇൻട്രോ ചെയ്യാതെ നമ്മൾ ഗസ്റ്റിലേക്ക് പോകാം. വെൽക്കം സർ. വെൽക്കം. നമ്മുടെ ഈ ഗസ്റ്റ് ഹംസ ഹഞ്ചുമുക്കിൽ, ഡോക്ടർ ഹംസ ഹഞ്ചുമുക്കിലാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ടെക്നോളജിയെ പരിചയപ്പെടുത്തി വന്നിട്ടുണ്ട്. ഒരു ടെക്നോളജിക്കൽ റവല്യൂഷൻ ഉണ്ടാക്കി ബെഡ്കോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി വന്ന്, അതുപോലെ പ്രൊജക്റ്റ് എക്സുമായി വന്ന്, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ട് ടെക്നോളജിക്കൽ റവല്യൂഷൻ്റെ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററും യൂട്യൂബറുമാണ്. ഒരുപാട് അറിവുകളും ആശയങ്ങളും ടെക്നോളജിയെക്കുറിച്ച് എല്ലാവരിലേക്കും കൈമാറുന്ന അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ടോക്ക് വിത്ത് ഗിന്നസ് റഷീദ് എന്ന് പറയുന്ന ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നതും മനസ്സിലാക്കുന്നതും യൂട്യൂബ് ചാനലിലൂടെ ആളുകൾ കണ്ടപ്പോഴാണ്. അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ടെക്നോളജി മേഖലയിൽ എൻട്രി ചെയ്യുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ഇതിലേക്ക് വരാനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ തുടക്കം? ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേയുള്ള ഒരു താല്പര്യമാണ്. കാരണം ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ഉപ്പായുടെ ആ ഒരു ബിസിനസ് കച്ചവടം കണ്ട് വളരുന്ന എനിക്കും അതുപോലെയൊക്കെ ആവണം, അതുപോലെയൊക്കെ നേടണം എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം കടന്നു വന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്നതിനപ്പുറം ഒരു ജോലി കൊടുക്കുക എന്നുള്ളതും ഞാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ നിന്ന് പഠിച്ചതാണ്. കാരണം ഉപ്പ ബീഡി തിരക്കായിരുന്നു. ബീഡി ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിരുന്ന് ബീഡി ഉണ്ടാക്കിയിട്ട് അത് കോട്ടയ്ക്കൽ കൊണ്ടുകൊടുത്ത് അതിൻ്റെ പൈസ കൊണ്ടാണ് ഉപ്പ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപ്പ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നെ വല്ലാതൊന്ന് ചിന്തിപ്പിച്ചു. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് മറ്റൊരാൾക്കും കൂടി ഉപകാരമുള്ള, അല്ലെങ്കിൽ അവരുടെ പട്ടിണിയും കൂടി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ബിസിനസ്സുകാരന് സാധിക്കുമെന്നൊരു ചിന്തയായിരിക്കും ഒരു കച്ചവടം എൻ്റെ മൈൻഡിലേക്ക് വന്നു. അങ്ങനെ ജോലി കൊടുക്കുക എന്നുള്ള, ജോലി എടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജോലി കൊടുക്കുക, ജോലി എടുക്കാൻ മടിയായതുകൊണ്ടാണോ? ജോലി എടുക്കാൻ മടിയുള്ളവർ ഒരിക്കലും ജോലി കൊടുക്കൂലല്ലോ. മടിയില്ലാത്തവരെ ജോലി കൊടുക്കുള്ളൂ. കാരണം ജോലി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. ജോലി എടുക്കുന്നതിനേക്കാളും വലുതാണ് ജോലി കൊടുക്കുന്നവന്റെ ജോലി. അതെന്തായാലും കൂടുതൽ ശമ്പളം ആർക്കാ? കൊടുക്കുന്നവനോ എടുക്കുന്നവനോ? കൊടുക്കുന്നവനോ. ഓഫ് കോഴ്സ്. ഇത് ഞാൻ കണ്ടു വളരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പീരിയൻസ് നേടണം, അതിൽ പരിചയം നേടണം, അങ്ങനെ കുറച്ച് കച്ചവടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് മോഹം. അങ്ങനെ കച്ചവടത്തിലേക്ക് ഇറങ്ങിയതാണ്. ചെറിയ ചെറിയ കച്ചവടത്തിലേക്ക് കുട്ടിക്കാലം തൊട്ടേ ഇറങ്ങി. പിന്നെ അത് വലിയ വലിയ കച്ചവടം ആയി മാറി എന്നുള്ളതാണ്. റിസോഴ്സുകൾ കയ്യിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസോഴ്സ് ഉണ്ടായിട്ടാണോ തുടങ്ങിയത്? അല്ല സെൽഫായിട്ട് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? ഒരു തുടക്കത്തിന് സാധനമാണല്ലോ, അതെങ്ങനെയായിരുന്നു? എനിക്ക് 9 വയസ്സ് 4ാം ക്ലാസ്സിൽ എൻ്റെ ഉപ്പൻ്റെ തുണി കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകണം. ട്രെയിനിങ് പ്രോഗ്രാം? യെസ്, ട്രെയിനിങ് പ്രോഗ്രാം. ഗ്രാമസേവകൻ വിളിച്ചിട്ടുണ്ട്. അന്ന് ഗ്രാമസേവകൻ എന്നാണ് ഞാൻ കേട്ട വാക്കെന്നാണ്. പഞ്ചായത്തിലെ ഗ്രാമസേവകൻ വിളിച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോണ് കിട്ടും, എനിക്കൊരു പെട്ടിക്കട തുടങ്ങാൻ പറ്റും. ആ പെട്ടിക്കട കുറച്ചും കൂടി, ഇപ്പം ചെറിയ കച്ചവടക്കാരനാട്ടോ, പെട്ടിക്കട കച്ചവടമാണ്, അതൊന്ന് ഉഷാറാക്കാൻ പറ്റും എന്നും പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഞായറാഴ്ച ദിവസം ഉപ്പ ഒരു 10 മണിക്ക് ഇറങ്ങണം. ഞാനുണ്ട് ഉപ്പ, എനിക്കും തുടങ്ങണം ഒരു കച്ചവടം. അതാണ് ആദ്യത്തെ എൻ്റെ ഇറക്കം. ഉപ്പ പറയും, സോറി മോനെ, ഇത് നിനക്ക് വേണ്ട, ഇത് കുട്ടികൾക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാണ്, പറ്റില്ല, എനിക്കും കച്ചവടം തുടങ്ങും. വാശി പിടിച്ചു. അതുവരെ കപ്പലണ്ടി കച്ചവടം, കടല കച്ചവടം ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയ പരിചയമാണുള്ളത്. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ, വാശി പിടിച്ചിട്ടാണ് ഉപ്പ എന്നെയും കൊണ്ട് പോയത്. പോയപ്പം അവിടെ ഉണ്ട് 10-100 ആൾക്കാരുടെ വലിയൊരു ഹാള്. അതിലൊരാൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. അയാളിങ്ങനെ പറയണ്, ലോകത്തിന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീച്ച്. എങ്കിലും പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? ലോകത്തിന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ എനിക്കും ആവണം. ചെയ്യുന്ന വ്യക്തികൾ പരാജയപ്പെടാറുണ്ട്, അത് നിങ്ങളാകരുത് എന്നും അദ്ദേഹം പറഞ്ഞത് ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു കച്ചവടം ചെയ്യാൻ പണം ഒരു തടസ്സമല്ല അയാൾ പറയണം.
പണം ഒരു തടസ്സമല്ല ഒരു കച്ചവടം ചെയ്യാൻ. ഞാൻ ക്വാളിഫൈഡാണ്, കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല. പ്രായം തീരെ തടസ്സമല്ല, എനിക്ക് തീരെ പ്രായമില്ല. പറയുന്നത് എൻ്റെ ഉപ്പയെ പോലുള്ള ആൾക്കാരോടാട്ടോ, പക്ഷെ കേൾക്കുന്നതൊക്കെ നമ്മളോട്, ഞാനോട് എന്നോടാ. അപ്പോൾ പൈസ ഒരു തടസ്സമല്ല, പ്രായം ഒരു തടസ്സമല്ല, സമ്പത്ത് ഒരു പണം ഒരു തടസ്സമല്ല, പിന്നെ അറിവൊരു തടസ്സമല്ല, പ്രായം ഒരു തടസ്സമല്ല. ഈ 3 സാധനം എനിക്കില്ല. ഞാൻ ക്വാളിഫൈഡാ. എനിക്ക് എന്ത് തടസ്സം? പിന്നെ ഇതാണ് എന്നെ ആദ്യം ഒരു ബിസിനസ്സുകാരനാക്കാൻ കിട്ടിയ ആദ്യത്തെ മോട്ടിവേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. എൻ്റെ ഉപ്പക്ക് കൊടുത്ത് ഒരു ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കൊണ്ട് ഒരു ചെറിയ കുട്ടി കേൾക്കുകയാണ്, ലോകത്ത് ഇന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല എന്നതും ഈ 3 കാര്യങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. എന്തായാലും കച്ചവടം ചെയ്യണം. എന്നെ ആദ്യം കച്ചവടം പഠിപ്പിച്ച ആ ക്ലാസ്. എന്തായാലും റിസോഴ്സുകളല്ല വേണ്ട, റിസോഴ്സ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് വേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു മൈൻഡാണ് കിട്ടിയത് അവിടുന്ന്. അതെ, അവിടുന്ന് ചെയ്യണം തോന്നി. ഒരു മാനസികാവസ്ഥ കിട്ടി. ഈ മാനസികാവസ്ഥ വരുന്നു, ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അല്ലേ. ആദ്യത്തെ സംരംഭം എങ്ങനെയായിരുന്നു? എന്താണ് നിങ്ങൾ ആ സംരംഭത്തിൽ നിന്ന് പഠിച്ചത്? കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രേക്ഷകരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ വലിയൊരു സ്റ്റോറി ബിസിനസ്സിൽ സക്സസ് സ്റ്റോറീസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ നല്ലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് കമ്പനികൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു തുടക്കത്തിലാണല്ലോ ശരിക്കും ലേണിംഗ് നടക്കുന്നത്. ഫെയിലിയറിനാണ് ലേണിംഗ് നടക്കുക. അപ്പോൾ ആ ആദ്യത്തെ സംരംഭം, അതേപോലെ ആ സംരംഭത്തിൽ നിന്നുണ്ടായ പാഠങ്ങൾ ജസ്റ്റ് ഷോർട്ടായിട്ട് എങ്ങനെ പറയാൻ പറ്റും? ആ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു കച്ചവടം ചെയ്യണം തീരുമാനിച്ചു. ഈ കപ്പലണ്ടി വിറ്റ കാശ് കൊണ്ടും അതുപോലെ ഉണക്കൽ ഇലകൾ പെറുക്കി വിറ്റ കാശ് ഒരുക്കി കൂട്ടിയിട്ടുണ്ട്. കൂവയുടെ ഇല എന്ന് പറയും, മീനൊക്കെ പുതിയ അന്ന് പിന്നെ അത്തരം ഇലകളിലായിരുന്നു. അത്തരം ഇലയൊക്കെ വിറ്റ് കിട്ടിയ കാശ് പരമാവധി സമ്പാദിച്ചത് 100 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപേനേക്കാളും മൂല്യം ഉണ്ടാവും അന്നത്തെ ഒരു 100 രൂപ. ഇത് ഉപയോഗിച്ചൊരു കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് കച്ചവടം ചെയ്യണം എന്നാണ് പിന്നത്തെ ചിന്ത. എല്ലാവരും ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അന്നത്തെ ആ ഗ്രാമസേവകൻ്റെ വാക്കുകളാണ്. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഫോട്ടോ കോപ്പി എടുക്കല്ല, നിങ്ങളായ കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങളെ ചിന്തയിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും വരുന്ന ആശയങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊരു ഫ്രെയിമെങ്കിലും ഫിറ്റ് ചെയ്യണം എന്നൊരു വാക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഭാഗം ഒരു ഫ്രെയിമെങ്കിലും, നമ്മുടെ ഭാഗം ഒരു ഫ്രെയിമെങ്കിലും വേണം. ഈ ഒരു വാക്ക് എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പോവാണ്. എൻ്റെ ഉപ്പാൻ്റെ വീട് കാണുന്നു, അപ്പുറത്തെ വീട് കാണുന്നു. സ്കൂളിൽ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കിന് 5ൽ എത്തി. എന്ത് ചെയ്യും? പല കുട്ടികളും അന്ന് മേടിച്ച് തിന്ന് ഇൻ്റർവെൽ നേരത്തെ മേടിച്ച് തിന്നത് അച്ചാറാണ്. 5 പൈസയാണ് അന്നൊരു അച്ചാറിന്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉറയിൽ അച്ചാർ. അത് നല്ല കച്ചവടമുണ്ട്. ഇതന്നെ ആയിക്കോട്ടെ. പക്ഷേ ആ ഗ്രാമസേവകൻ്റെ വാക്ക് കൊണ്ടും എല്ലാവരും ചെയ്യുന്നത് ചെയ്യല്ല, നീയായിട്ട് എന്തെങ്കിലും പുതുമകൾ ചെയ്യൂ. എന്ത് പുതുമ ചെയ്യാം? ഏതായാലും എന്തുകൊണ്ട് ഈ അച്ചാർ ഉണ്ടാക്കിക്കൂടെ? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ, നമുക്ക് എന്തോന്നും ഉണ്ടാക്കിക്കൂടെ? അത് 2 മേടിച്ച് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് ഉമ്മ ഇതൊന്നും ഉണ്ടാക്കി തരുമോ? ഉമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിത്തരാം അച്ചാർ, പക്ഷേ ഈ ഉറയിലാക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ കുട്ടി തന്നെ പോയി പഠിച്ചിട്ട് പോവാം. അങ്ങനെ നടന്നു. ഞാൻ കോട്ടക്കൽ അങ്ങാടി, തിരൂരങ്ങാടി ഒക്കെ പോയിട്ട് നടക്കുക കേട്ടോ. തിരൂരിലേക്ക് നടന്നിട്ടുണ്ട്. 18 കിലോമീറ്റർ രണ്ടത്താണി നടന്നിട്ടുണ്ട്. വയസ്സ് 10 ഓർക്കണം. അങ്ങനെ അവിടുന്ന് അവസാനം അതിൻ്റെ ട്യൂബ് കിട്ടി. അത് ട്യൂബ് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് അതിലേക്ക് അച്ചാറാക്കി ഒരു സ്റ്റാപ്ലർ എടുത്തൊരു ചട്ടപ്പെട്ടിൽ സ്റ്റാപ്ലർ ചെയ്തിട്ട് എൻ്റെ ഉന്തുവണ്ടിയാണ്, 4 ചക്രമുള്ളൊരു ഉന്തുവണ്ടിയാണ്. ആ ഉന്തുവണ്ടിയിൽ തൂക്കി സ്കൂളിൻ്റെ ഇടവഴിയിൽ വെച്ചിട്ട് ഞാൻ തൽക്കാലം സ്കൂൾ നിർത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലോട് കൂടി പിന്നെ നിർത്തി സ്കൂൾ. 5-6 ജയിച്ച പിന്നെ പോയിട്ടില്ല. അവിടെ വെച്ചിട്ട് എൻ്റെ അതേ ക്ലാസ്മേറ്റിനോടും കുട്ടികൾക്കും ഞാൻ കച്ചവടം ചെയ്യാം. തൊട്ടപ്പുറത്തൊരു പെട്ടിക്കട വേറെയുണ്ട്. പക്ഷേ ഒരാളും വാങ്ങുന്നില്ല. അടുത്ത ദിവസം വീണ്ടും ഞാൻ നാടൻ അച്ചാർ എന്ന് വിളിച്ച് പറഞ്ഞു. ആൾക്കാരത് വാങ്ങണില്ല. എന്ത് ചെയ്യും? പൂട്ട്. അങ്ങനെയുള്ളൂ. ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആരും വാങ്ങുന്നില്ല, എന്ത് ചെയ്യണം? പൂട്ടണം. അതിനാണ് ഇപ്പം ചെയ്യുന്നത്. സോറി, എന്തുകൊണ്ട് എൻ്റെ സാധനം വാങ്ങുന്നില്ല? അത് ചിന്തിക്കാൻ എനിക്ക് ഇനി വേറെ PhD എടുക്കൊന്നും വേണ്ട. ഓൾറെഡി അണ്ടർസ്റ്റുഡ്. എന്തുകൊണ്ട് വാങ്ങുന്നില്ല അതെനിക്കറിയില്ല. അന്വേഷിക്കണം. ആരോട് അന്വേഷിക്കും? ആ കുട്ടികളോട് തന്നെ അന്വേഷിക്കും. എൻ്റെ മുന്നിലൂടെ മറ്റുള്ളവൻ്റെ അച്ചാറും മേടിച്ച് തിന്നിങ്ങനെ പോകുന്ന എൻ്റെ സഹപാഠികളോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ എൻ്റെത് മേടിക്കാത്തത്? ഉടനെ ആ കുട്ടി പറഞ്ഞത് എന്തും മറന്നിട്ടില്ല. ചെങ്ങായി എന്ന് എൻ്റെത് ഡ്യൂപ്ലിക്കേറ്റാ, ഒരു പേരില്ലല്ലോ അതിന്. ശരിയാണ്, അതിന് നല്ല പേരുണ്ട്, കളറുണ്ട്, നല്ല ബ്രാൻഡുണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെത് ഒരാൾ പറഞ്ഞ, ഒരു കുട്ടി പറഞ്ഞു അത് തീരെ ചൊറുക്കില്ല. അങ്ങനെ പറയാം, ചൊറുക്കില്ല, ഭംഗിയില്ല. കാരണം ഞാൻ കളറൊന്നും ചേർത്തിയിട്ടില്ല. അങ്ങനെ കളറും ഇല്ല, ഭംഗിയില്ല, ബ്രാൻഡും ഇല്ല, പേരുമില്ല, ഒന്നുമില്ലാത്ത ഒരു നാടൻ ചട്ടപ്പെട്ടിയിൽ തൂക്കിയ സാധനം മേടിക്കാൻ അന്നത്തെ കുട്ടികൾ തയ്യാറായില്ല. ഒരു കാര്യം ഞാൻ പഠിച്ചു, ഇങ്ങനെയൊക്കെ വേണം ഒരു കച്ചവടത്തിന്. ഇത്തരം ബ്രാൻഡുകളാണ് ഇന്ന് മാർക്കറ്റിലേക്ക് വേണ്ടത് എന്ന് അനുഭവത്തിലൂടെ അങ്ങ് പഠിച്ചു. ഒരു കാര്യം മനസ്സിലാക്കി, ഇനി പേരിടണം. നടന്നു ഞാൻ രണ്ടത്താണിയിൽ നിന്ന് കോട്ടക്കലേക്ക് 7 കിലോമീറ്റർ ഉണ്ട് നടക്കുമ്പോൾ. അവിടെ പോയിട്ട് ഒറിജിനൽ പ്രസ്, ഇന്നും ആ പ്രസ് ഉണ്ട് തോന്നുന്നുണ്ട്. ചോദിച്ചു, ഈ ചട്ടപ്പെട്ടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ എനിക്കിതുപോലത്തെ കളർ
പെട്ടി വലിച്ച ചട്ട അടിച്ചു തരണം. അവരിങ്ങനെ കണക്കൂട്ടിയിട്ട് ശിവകാശിയിൽ നിന്ന് അടിച്ചു വരണം, 1 മാസം സമയം എടുക്കും, ഏകദേശം 150 റുപ്യ ഉണ്ടാകുന്നു. ആകെ 100 റുപ്യ കച്ചവടം ചെയ്ത് എൻ്റെ അടുത്തോടെ 150. അവിടുന്ന് നിരാശനായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക. എന്ത് ചെയ്യും ഇനി? ആരും മേടിക്കുന്നില്ല, രക്ഷപ്പെടണം, വീട്ടിലെന്തെങ്കിലും സഹായിക്കണം, വീട്ടിൽ ഉപ്പാക്ക് പ്രയാസമാണ്, എന്ത് ചെയ്യും? ഉപ്പാൻ്റെ കച്ചവടം ബീഡിയൊക്കെ ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പോരുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ കുറേ ചട്ടപ്പെട്ടികൾ കിടക്കുന്നത് കണ്ടത്. ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ ഒഴിവാക്കിയ, ഞാൻ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നിലൂടെ ബാക്കിലൂടെ ഒക്കെ നടക്കും, എന്തെങ്കിലും കച്ചറിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കിട്ടിയ സാധനം മുഴുവൻ എടുക്കും, എന്തെങ്കിലും ഐക്യമത്തിന് ഇപ്പോഴും ഉണ്ട്. അത് കൊള്ളാം, സത്യമുണ്ടോ? ഇപ്പോഴും ഉണ്ട്, ഇന്നും കണ്ടെടുക്കും. എന്തെങ്കിലും ഒരു അത്ഭുതമുള്ള പുതുമയുള്ള എന്തെങ്കിലും ഒരു ടോയ്സിന്റെ പീസ് എവിടെയും കിടക്കണം. അങ്ങനെ ആ ചട്ടപ്പെട്ടി കണ്ടപ്പോൾ ഞാൻ കുറേ അത് പെറുക്കിയെടുത്ത് അതിന് പൈസ ഒന്നും ആർക്കും കൊടുക്കണ്ട. വീട്ടിൽ പോയിട്ട് ആ പഴയ അച്ചാറിന്റെ അതിലെ ആ സ്റ്റാപ്ലറൊക്കെ വലിച്ചു ഒരു ഇതിന്റെ പുറത്ത് വെച്ച് അങ്ങനെ അടിച്ചിങ്ങനെ വന്നപ്പോണ്ട് മേലെ അട്ടിപ്പൊള്ളി ഒരു പേര് വന്ന്, ആയിഷ എന്നാണ് ആ പേരെന്ന് ഓർക്കുന്നുണ്ട്. ഏതോ ഒരു ടെക്സ്റ്റൈൽസിന്റെ പേര്, ആയിഷ ടെക്സ്റ്റൈൽസിന്റെ, ആയിഷൻ ബനിയൻ കമ്പനി എന്തോ. അപ്പോൾ അതൊരു പ്രോഡക്റ്റിന്റെ പേരാണ്, ചട്ടയുടെ അതാണ്. അതൊന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ ഉന്തുവണ്ടിയിൽ തൂക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ആയിഷ അച്ചാർ എത്തിയത്. കുട്ടികളത് മേടിച്ച് തിന്നാൻ തുടങ്ങി, നല്ല ടേസ്റ്റും ഉണ്ട്, സൂപ്പർ, നല്ല കച്ചവടം. ആ പെട്ടിഞ്ഞ് കിട്ടുന്നില്ല, ആയിഷ കാണാനില്ല. ഞാൻ പിന്നെയും തപ്പി, എനിക്ക് പിന്നെ കിട്ടിയത് RKG എന്നുള്ളൊരു പേരാ. നമ്മളെ നെയ്യ് ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മഞ്ഞ, ആ പെട്ടിയുടെ ചട്ട എടുത്തിട്ട് ഒട്ടിച്ചു RKG അച്ചാർ. അതിനേക്കാളും കച്ചവടം, കാരണം നല്ല ചേരും ഈ പേര്. കുട്ടികൾ നിരന്തരം ഇത് മേടിച്ചിട്ട് നല്ല കച്ചവടം. തൊട്ടടുത്ത ഈ ബീരാൻ കാക്കാക്ക് കച്ചവടമല്ല. ഇയാൾ പലവട്ടം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടുന്ന് അംശം ഇത് ഈ അച്ചാറൊക്കെ മേടിക്കണത്? ഞാൻ കൊണ്ടുവന്നേരാ അറിയാം, പറഞ്ഞു തരില്ല പറയും. ഇയാൾ നേരെ കോട്ടക്കൽ പോയിട്ട് RKG അച്ചാറും ആയിഷ അച്ചാറും അന്വേഷിച്ച് കിട്ടുമോ? ഇയാൾ കൽപ്പകഞ്ചേരി, കോട്ടക്കലും മറ്റേ അന്ന് ചന്തയ്ക്കാണ് പോകണം, തിരൂരൊക്കെ പോയിട്ട് ചോദിച്ചു എവിടെ കിട്ടണത്. പിന്നെ ഇയാൾ വന്നിട്ട് ചോദിക്കും, അംശം എന്താ കൊണ്ടുവന്ന് എന്താ വില? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച പറഞ്ഞുതരാം. വില പറയാൻ എനിക്കറിയില്ല, ഹോൾസെയിൽ വില അറിയില്ല, 5 പൈസക്ക് വിൽക്കാനേ അറിയുള്ളൂ. കോട്ടക്കലെ ചന്തയ്ക്ക് ശനിയാഴ്ച പോയി അന്വേഷിച്ച് പറഞ്ഞു അതിന് 1 രൂപയാണ്, 1 റുപ്യക്ക് വിൽക്കണോ, 80 പൈസ വില, 20 എണ്ണം ഉണ്ടാകും. തിരിച്ചെത്തിരിയാൻ പറഞ്ഞു 80 പൈസ ഒരു ബോർഡിന്, 10 ബോർഡ് മിനിമം എടുക്കണം. അയാൾ 8 രൂപ അഡ്വാൻസ് എടുത്ത് തന്നു ആ ഉന്തുവണ്ടിക്കാരന്. വലിയ പീടിയാണ് അയാളെ പീടിയ, എൻ്റെ ഒരു തട്ടുകട ഉന്തുവണ്ടിയാണ്. 8 രൂപ തന്ന് 10 പാക്കറ്റ് ബോർഡ് അച്ചാർ താന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ആ കാശുണ്ട് കിട്ടുമ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഹോൾസെയിൽ കച്ചവടം ചെയ്തത് അന്നാണ്. വീട്ടിൽ കൊണ്ടുപോയി സാധനമൊക്കെ മേടിച്ച്, എന്നാലും ഒരു 4 രൂപ ബാക്കിയുണ്ട്. ആ 4 രൂപ ഉപയോഗിച്ച് അന്ന് ബിരിയാണി വച്ച് തിന്നത് മറന്നിട്ടില്ല. പങ്ങളും ഉമ്മയും ഞങ്ങളൊക്കെ കൂടി, എൻ്റെ തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ ബിരിയാണി വെച്ചത് ഹോൾസെയിൽ അച്ചാർ വിറ്റിട്ടായിരിക്കും. ഗ്രേറ്റ്. എന്തായാലും ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് നമ്മൾ കേട്ടത്. എന്തായാലും കേൾക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജിയായിട്ട്. അപ്പോൾ ആസ് എ ട്രെയിനർ എന്നുള്ള നിലക്ക് അംസാൻ ജൂക്കിൽ അത് വെച്ചിട്ട് പറയാൻ കഴിയാത്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലൈഫിൽ നിന്ന് പഠിച്ചൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങുന്ന ആളുകളുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് എല്ലാ റിസോഴ്സും ഉണ്ടെങ്കിലേ തുടങ്ങുള്ളൂ എന്നുള്ള സാധാരണ പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് എ ഫൈനൽ പ്രൊഡക്റ്റ് എന്നാണ് ഫസ്റ്റത്തെ ലേണിംഗ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരിക്കലും ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് തുടങ്ങാൻ കഴിയില്ല. ഏതൊരു പ്രൊഡക്റ്റും ഇൻപെർഫെക്ഷനിലേ തുടങ്ങാൻ പറ്റുള്ളൂ. അത് പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ള ഈ സ്റ്റോറി തന്നെ നമുക്കറിയാം. ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടേ തുടങ്ങുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഈ അച്ചാർ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഈ ഒരു അംസക്കുട്ടി എന്ന് പറയാം, വിളിക്കാം ചെറിയ കുട്ടിയാകുമ്പോൾ അംസക്കുട്ടിയാണ്. അംസക്കുട്ടി ഈ അച്ചാറും ബാക്കുമായിട്ട് പോകുന്ന സമയത്ത് കിട്ടുന്ന റിജക്ഷനെ കൈകാര്യം ചെയ്യും. ഒരു കുട്ടി ഒരു റിജക്ഷനെ കൈകാര്യം ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു ലേണിംഗ് ഉണ്ട്. കാരണം മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് അത് പ്രൊഡക്റ്റിൻ്റെ റിജക്ഷൻ അല്ല, പ്രൊഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് ആണ് എന്നുള്ളതും അത് ഫീഡ് ഫോർവേഡ് ആക്കി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു ലേണിംഗ് ആണ് ഈ കഥയിലെ രണ്ടാമത്തെ ഒരു വലിയൊരു ലേണിംഗ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ കസ്റ്റമർ തരുന്ന ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്ക് ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് നമുക്ക് സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ളതാണ് അടുത്ത ലെവലിലേക്ക്. അപ്പോൾ ആ ഒരു സാധനമാണ് രണ്ടാമത്തെ അതിൽ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്തത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിലേക്ക് നിങ്ങൾ രണ്ടാമത് ഇറക്കുന്ന വാല്യൂ ആഡ് ചെയ്തിട്ട്, വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് വാല്യൂ പ്രപ്പോർഷൻ എന്നൊക്കെ പറയില്ല, പ്രൊഡക്ട്സിൽ നമ്മൾ വാല്യൂ പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് 2 തരം വാല്യൂസ്, ഒന്ന് പെർസീവ്ഡ് വാല്യൂ, ഒന്ന് വാല്യൂ പ്രപ്പോർഷൻ. നമ്മൾ സാധാരണ ബിസിനസ് മാനേജ്മെൻറ്റ് ക്ലാസ്സിലൊക്കെ പറയല്ലോ. അപ്പോൾ ഇവിടെ കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഒരു വാല്യൂ, നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ, ഇത് രണ്ടും അവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന വാല്യൂയെ തിരിച്ചറിഞ്ഞുകൊണ്ട്
കസ്റ്റമർക്ക് വേണ്ട രീതിയിലേക്ക് ഒരു സാധനം സെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്ക് ഇമോഷണൽ വാല്യൂ, അതായത് വാങ്ങുന്ന ആൾക്കൊരു വാല്യുവേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. അതോടുകൂടി അതൊരു ബ്രാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്പർ 1 നോക്കുകയാണെങ്കിൽ ഒരു റിസോഴ്സുള്ള തുടങ്ങാനുള്ള മനസ്സ് ഒരു സംരംഭകർക്ക് ഈ കഥയിൽ നിന്ന്, അച്ചാർ കഥയിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ലേണിംഗ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, കസ്റ്റമറുടെ റിജക്ഷൻ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത ഫീഡ് ഫോർവേഡ് ആക്കുക, അതിൽ ഇംപ്രൂവൈസേഷൻ തീർത്താനുള്ള സിഗ്നലാക്കി മാറ്റുക. ആൾക്കാർ റിജക്ഷൻ എന്താക്കുക, പരാജയപ്പെടാനുള്ള കാരണമാക്കിയ മാറ്റുക. തിരിച്ച് നടക്കാനുള്ള, തിരിച്ചറിഞ്ഞവൻ തിരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ പോലെ തിരിഞ്ഞ് നടക്കാനുള്ള ഒരു കാരണമല്ല, മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു സാധനമായിട്ടാണ് നിങ്ങൾ കണക്കൂട്ടിയത്. ഇറ്റ്സ് ഗ്രേറ്റ്. മൂന്നാമത്തെ ഒരു കാര്യം, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബിസിനസ്സും സെയിലും കൂടും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു തലത്തിലേക്ക്, ഹോൾസെയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാലയളവിൽ കിട്ടിയ വലിയൊരു വിസ്റ്റത്തിലൂടെ നിങ്ങളുടെ ബേസ്, കുട്ടിക്കാലത്ത് ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലക്ക് വലിയൊരു ലേണിംഗ് പഠിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, കുറച്ചുകൂടിയൊക്കെ വലുതായി ഒരു വേറെ തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു മൂവ്മെൻ്റ് എന്താണ്? ആദ്യമായിട്ട് ടെക്നോളജി റിലേറ്റഡ്, അതായത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മളറിയുന്ന ഒരു സഞ്ജു ബുക്കൽ എന്ന് പറയുന്നത് ബ്രിഡ്കോ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ടീച്ചിങ്ങിൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ അല്ലേ, നമ്മളിങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിഡ്കോ ആണ് കൊണ്ടുവരുന്നത്. ഐ തിങ്ക് സോ. എനിക്ക് മൊബൈൽ ഫോൺ അന്ന് സ്മാർട്ട് ഫോൺ എന്ന് പറയാറില്ല, മൊബൈൽ ഫോൺ. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ഇത്രയും വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യണമല്ലോ. അപ്പൊ ആ കമ്പനി ബിൽഡ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ബാക്കപ്പ്, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിന്റെ തുടക്കത്തിന്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി എങ്ങനെയാണ് അതിന്റെ ഒരു ഇൻസ്റ്റാർട്ട്? ഈ ഒരു തട്ടുകടയിൽ നിന്നും പിന്നെ ഒരുപാട് ടോയ്സ് മേഖലയിലേക്ക്, എനിക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കിട്ടുന്ന ടോയ്സും ഞാൻ നേരത്തെ പറഞ്ഞ പെറുക്കിയെടുക്കുന്നത് മുഴുവനും പൊളിച്ചെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അങ്ങനെ ഒരു 4-5 ടോയ്സിന്റെ ഓരോ പാർട്സ് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടാക്കുക. ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇലക്ട്രോണിക്സിലേക്ക്, മോട്ടോർ കാറുകളിലേക്കൊക്കെ വലിയ താല്പര്യമായി. പല ടോയ്സുകളിലും നിരീക്ഷണം നടന്നു. അങ്ങനെ ഇലക്ട്രോണിക്സ് വലിയൊരു താല്പര്യം, കാരണം ടോയ്സ് ഒക്കെ ഇലക്ട്രോണിക്സ് ആണ്. അങ്ങനെ ഇലക്ട്രോണിക്സ് പഠിക്കാനാണ് പിന്നത്തെ എൻ്റെ മോഹം വന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് മലയാളി അല്ലാതെ എഴുതിയ 1967 ഞാൻ ജനിച്ച അന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ട്രാൻസിസ്റ്റർ റേഡിയോ നിങ്ങൾക്കും നിർമ്മിക്കാം എന്നൊരു. ജാനകിരാമൻ എന്നാണ് അതിൻ്റെ ഓത്തറ പേര്. ഒപ്പണക്കാര വീതി, കോയമ്പത്തൂർ എന്ന അഡ്രസ്സ് പോലും മനസ്സിൽ കിടക്കണം. അവരൊക്കെ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 10 രൂപക്ക് തിരൂര് ബസ് സ്റ്റാൻഡിൽ റോട്ടിൽ വെച്ച് വിൽക്കുകയാണ് ഒരു പുസ്തകം. ഞാൻ 10 റുപ്യ കൊടുത്തു. 10 റുപ്യ എന്ന് പറയുന്നത് വലിയ പൈസയാണ്. അത് മേടിച്ചു, അത് തുറന്നു വായിച്ചു. അതിൽ പറയുന്ന പോലെ ഒരു റേഡിയോ ഞാൻ ഉണ്ടാക്കി. പക്ഷെ റേഡിയോ പാടില്ല. കുഴപ്പമില്ല, ഉണ്ടാക്കി. ഭയങ്കര 6 മാസം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. വീട്ടിൽ കറണ്ട് ഇല്ലാഞ്ഞിട്ട് മെഴുകുതിരി വട്ടത്തിൽ കൊട്ടക്കമ്പി ചൂടാക്കിയിട്ടൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 മാസം എടുത്ത് റേഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഊണില്ല, ഉറക്കില്ല. ഉമ്മയൊക്കെ എത്ര ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് കിടക്കാൻ പോയാൽ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന വളക്ക് കിടത്തുന്ന അങ്ങനെ പറയും. പക്ഷെ എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ അവസാനം റേഡിയോ പാടില്ല, സങ്കടമായി. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട് പോയപ്പോഴാണ് എൻ്റെ ഒരു കുടുംബത്തിലൊരു കുട്ടി ഇതുപോലെ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെന്നും അവനുണ്ടാക്കിയ റേഡിയോ പാടിയെന്നും കേട്ടു. ആ റേഡിയോ ഞാൻ പാടിപ്പിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷം. എന്നാൽ എൻ്റെതും പാടും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചു, നീ ഒരു ദിവസം കൊണ്ടുപോയി ഇങ്ങോട്ട് പറഞ്ഞു. 6 മാസം എടുത്തു രണ്ടത്താണ് ഇന്നും റേഡിയോ ആയിട്ട് കോഴിക്കോട് എത്താൻ. അന്ന് അങ്ങനെയാണ്, പെട്ടെന്നൊന്ന് എത്തി. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 1000 കിലോമീറ്ററേക്കാളും വാല്യൂ ആണെന്ന്. എനിവേ അവിടെ എത്തി. സഞ്ചിന്നൊക്കെ ഇത് പുറത്തേക്ക് എടുത്ത് അവൻ എന്തൊക്കെ ചെയ്തിട്ട് പാടി. അത് പറഞ്ഞത് ലൂസ് കോണ്ടാക്റ്റ് ആണ് പക്ഷേ അതുകൊണ്ടായിരിക്കും പാടുന്നുണ്ടല്ലോ പറഞ്ഞു. സന്തോഷം. അന്ന് ഉറങ്ങില്ല. പിറ്റേ ദിവസം വീട്ടിലെത്തി ഉറങ്ങാതെ കാത്തിരുന്നു. സ്റ്റേഷൻ അടക്കുന്നതിന് മുൻപേ, സ്റ്റേഷൻ്റെ സമയം എനിക്ക് തോന്നുന്നു 10-12 മണിയാണ്. ഒന്ന് വീട്ടിൽ രാത്രി എത്തി ഓണാക്കി, പാടുന്നില്ല. കോഴിക്കോട് നിന്ന് പാടി, രണ്ടത്താണിന്ന് പാടില്ല. വീണ്ടും ആകെ ഡെസ്പായി, ഭക്ഷണം പോലും കഴിക്കാണ്ട് ദിവസങ്ങളോളം കാത്തിരുന്നു. അങ്ങനെ ആ പുസ്തകം എടുത്ത് ഒന്നും കൂടി വായിച്ചു. പൊതുവേ ഒരു പുസ്തകം ഞാൻ മുഴുവൻ വായിക്കാറില്ല, കുറച്ച് ബാക്കി വെക്കും. മറ്റുള്ളവരെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരു പുസ്തകം പൂർണ്ണമായും വായിക്കാൻ ക്ഷമയില്ല. പക്ഷെ അതിന് അവസാനത്തെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ വിട്ടുപോയതാ. എന്താ പറഞ്ഞത്? ഈ റേഡിയോയിൽ ബാറ്ററി ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന റേഡിയോ പ്രവർത്തിക്കാൻ
റേഡിയോ നിലയത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവെക്കണം. അതിൽ നിന്നും കിട്ടുന്ന തരംഗങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ വൈദ്യുതിയിലാണ് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ റേഡിയോ സ്റ്റേഷൻ്റെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ കൊണ്ടുവച്ചാലേ പാടും. അതാണ് രണ്ടത്താണിയിൽ റേഡിയോ പാടാതെ കോഴിക്കോട് പാടിയ കാരണം. അപ്പൊ സാധനം ഉണ്ടാക്കിയത് കറക്റ്റാണ്. പക്ഷെ അവസാനത്തെ പേജ് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൂടെയാണ് വായിച്ചപ്പം സങ്കടമൊക്കെ തീർന്നു. ഈ ചാക്കുമായിട്ട് അവിടെ പോയാൽ പെടുന്ന് പാടൂല, അപ്പൊ രണ്ടത്താണിയിൽ റേഡിയോ പാടൂല എന്ന് മനസ്സിലായി. ഏതായാലും അതിൽ നിന്നും വലിയ ഒരു പാടാണ് ഞാൻ പഠിച്ചത്. ബാറ്ററി ഇല്ലാതെ റേഡിയോ പാടും എന്ന ഒരു പാഠം നോക്കണം നിങ്ങൾ. ഇത് 1976 75 ഞാനിത് ഇത്രയും പഠിക്കുന്നത്. 975 കൊല്ലത്തെ നോക്കണം. നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല, ഇല്ലല്ലോ? ഇല്ല. 975 ആ പാഠപുസ്തകത്തിൽ പറയുന്ന റേഡിയോ നിലയത്തിൽ നിന്നും വരുന്ന റേഡിയോ ഫ്രീക്വൻസി RF സിഗ്നൽ ഒരു കമ്പിച്ചുറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിലുണ്ടാകുന്ന വൈദ്യുതിയിലാണ് ഈ ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കുന്നത് എന്ന് കാണാതെ പഠിച്ചു. കാരണം 6 മാസം കഷ്ടപ്പെട്ടില്ലേ അത് പഠിക്കാൻ. അതുകൊണ്ട് അതുകൊണ്ട് ബൈഹാർട്ടായി. വർഷങ്ങൾ കടന്നുപോയി, പല മേഖലയിലും കടന്നു. ബ്രിഡ്കോ 1998 ഡെവലപ്പായി. വയർലെസ് എന്ന സാങ്കേതിക വിദ്യയിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നു. അതിലിടക്ക് പല കോഴ്സുകളും എടുത്തു. 98 മൊബൈൽ വന്നു. 99 ഇതേ വരുന്നു. ഇറക്സൺ എന്നൊരു പറയുന്ന ഫോണിൻ്റെ ബാക്കിൽ ചുമ്മാ LED ഇങ്ങനെ കത്തും. 2000-ലും 1999-ലും വന്നൊരു ടെക്നോളജിയാണ്. ആന്റിനൊക്കെ ഉള്ള ഫോണായിരുന്നു അന്ന്. അതിന്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് അതിങ്ങനെ കത്തും, ഒരു വയറും കൊടുക്കണ്ട. എനിക്ക് ഒരുപാടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ ആ പണ്ടത്തെ ആ ജാനകിരാമന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഓർത്തു. റേഡിയോ നിലയത്തിൽ നിന്നും വരുന്ന RF സിഗ്നൽ ഒരു കമ്പിച്ചുറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിലൊരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും അതിലാണ് ഈ ഈ LED വർക്ക് ചെയ്യുന്നതെന്നും ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾ അല്ല 25 കൊല്ലം പിന്നിക്ക് അങ്ങോട്ട് റിവേഴ്സ് ചെയ്തു. എൻ്റെ മൈൻഡ് ഡൺ ഫിനിഷ്. ആ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിങ്ങനെയാണ് മക്കളെ ഈസിയായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു ഇൻ്റർനെറ്റും സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. ഓക്കെ, എക്സ്പീരിയൻസ്. അങ്ങനെയാണ് കോഴിക്കോട്ട് നിന്ന് ഒരു പറ്റം പ്രൊഫസർമാർ ഏതൊരു സബ്ജക്റ്റിൽ RFIDയിൽ PhD എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ പറഞ്ഞു അതിന് ബ്രിഡ്കോ പോയാൽ സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞു വന്നു. അവരെ കയ്യിലുണ്ട് ഈ ആൻറ്റിനയും ബൾബും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. ഈസി ആയിട്ട് ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാനൊരു കമ്പെടുത്ത് ചുറ്റിയിട്ട് അവരെ മുന്നിൽ വെച്ചത് കത്തിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതാണ് സാറേ ഞാൻ 25-30 കൊല്ലം മുമ്പ് ജാനകിരാമൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നു റേഡിയോ സിഗ്നലിൽ ഇങ്ങനെയാണ്. ആ ടെക്നോളജിയാണ് ഇവിടെ. ഈ ടെക്നോളജിയിലാണ് ഇന്ന് RFID വർക്ക് ചെയ്യുന്നത്. RFID മീൻസ് നമ്മുടെ കാർഡില്ലേ, വൈഫൈ കാർഡെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ബാങ്കിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതിൽ പവർ ഇല്ല, വൈദ്യുതി ഇല്ലല്ലോ. പക്ഷേ അതിനൊരു ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു മൊബൈൽ ഫോണിലെ മുഴുവൻ ഘടകങ്ങളും ഡിസ്പ്ലേ അല്ലാത്തത് ആ കാർഡിൻ്റെ ഉള്ളിലുണ്ട്. അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിലെ വൈദ്യുതി അവിടുന്ന് ഇങ്ങോട്ട് വയർലെസ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് എന്ന് അന്ന് ഈ പ്രൊഫസർമാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവരെ സംശയം തീർത്ത് അവർ പോയി. കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തുന്ന എൻ്റെ വലിയൊരു ഹോബിയാണ്. ഒരു പക്ഷേ ഇന്ന് ബ്രിഡ്കോയുടെ വളർച്ചയുടെ പ്രധാന പങ്കും ഒരു പക്ഷേ ഈ എക്സ്പെരിമെൻറ്റും കണ്ടെത്തലും ആയിരിക്കും. അങ്ങനെയാണ് ആ കമ്പനി ഉണ്ടായത്. ആ കമ്പനിയിലേക്ക് പോകാനുള്ള ഒരു കാരണം ഈ ടെക്നോളജിയോടുള്ള നിങ്ങളുടെ ഒരു പ്രണയം തന്നെയാണ് അല്ലേ? ഭ്രാന്തമായിട്ട് ടെക്നോളജിയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ പരീക്ഷണം നടത്താൻ തയ്യാറായി. ആ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി അതിനെ ഒരു ബിസിനസ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒരു അത്ര തന്നെ ഫോണുകളും അത്രയും ആളുകളും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അതൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനും ട്രെയിനിങ് അതിലുണ്ടായോ? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ? ഞാൻ 98 ഈ ഐഡിയാസും അതുപോലെ കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഒരു 7 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസും നിലവിൽ ഒരുപാട് ലോക്കൽ എന്താ പറയുക പ്രൈവറ്റായി പഠിച്ച കുറേ കോഴ്സുകളും ഉള്ള ഒരു അറിവാണ്. അതുവരെയുള്ള ആ ഒരു എക്സ്പീരിയൻസും വെച്ച് കോട്ടക്കൽ വന്നൊരു ചെറിയ ഷട്ടർ തുറക്കണം ഞാനും ഭാര്യയും എൻ്റെ 1 വയസ്സായ മോളും. അവിടെയാണ് ഈ സ്ഥാപനം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ മേഖലയിൽ കൈവെക്കുന്നത്. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരു വലിയ നെറ്റ്വർക്ക് ആക്കാനോ അങ്ങനത്തെ ഒരു ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഞാൻ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നത്. നമ്മുടെ ഇന്നത്തെ ബ്രിഡ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ കോഴിച്ചനെയുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന മുത്തു അറിയാമല്ലോ. അദ്ദേഹം അന്ന് ട്രാവൽ ഏജൻസി മേഖലയിലാണ്. ട്രാവൽസ് മേഖലയിൽ നിന്നും ഒന്ന് സ്വിച്ച് ചെയ്യണമെന്നൊരു താല്പര്യം എന്നോട് പറഞ്ഞപ്പോൾ മോസ്റ്റ് വെൽക്കം, ഈ സംഗതി നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ ഐഡിയ കിട്ടിയപ്പോൾ പുള്ളി അതൊരു നല്ലൊരു നെറ്റ്വർക്ക് സ്റ്റൈലിലേക്കും ഒരു ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക്, ഒരു ബിസിനസ് മോഡലിലേക്കും അയാൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു പ്രധാന പങ്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പാർട്ട്ണർ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ വിജയിപ്പിച്ചെടുത്തത്. അല്ലാതെ എൻ്റെ ഈ ടെക്നിക്കൽ നോ ഹൗ കൊണ്ടൊന്നും ഇങ്ങനെ ഒരു വൈഡ് നെറ്റ്വർക്കിലേക്ക് പോകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം രണ്ടാം ഘട്ട സ്റ്റോറി, ഞാൻ ആദ്യത്തെ സ്റ്റോറി ഒരു ചെറിയ ബിസിനസ്സിൻ്റെ വലിയൊരു ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ വലിയൊരു കമ്പനി ഇപ്പോൾ ഇന്ത്യയിലും പുറത്തുമായിട്ട് ഒരുപാട് രാജ്യങ്ങളിലുള്ള ബ്രിഡ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ തുടക്കം, അദ്ദേഹത്തിൻ്റെ ഒരു ആസ്പിറേഷൻ, ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആസ്പിറേഷനും ഇൻട്രസ്റ്റും അതിൽ നടത്തിയ എക്സ്പീരിമെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സംരംഭത്തിലേക്ക് കടക്കുന്നതിന് മുമ്പും ഒരുപാട് കാലം ആ ഒരു പ്രൊഡക്റ്റിലോ ആ സർവീസിലോ അല്ലെങ്കിൽ ആ വിഷയത്തിലോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ. ആ പഠനത്തിലൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ചതിൽ നിന്നാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു കമ്പനി രൂപാന്തരപ്പെടുന്നത്. അവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാഷൻ ടെക്നോളജിയിലേക്ക് ഉണ്ടെങ്കിലും അതൊരു ബിസിനസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു തരത്തിൽ മാനേജ്മെൻറ്റ് രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, അതായത് നമുക്ക് സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുകയും നമുക്ക് വീക്ക്നെസ് ഉള്ളതെടുത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഉള്ള ഭാഗത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന് വീക്കായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത താല്പര്യപ്പെടാത്ത ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു മേഖലയിൽ പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്ത് അങ്ങനെ ഒരു മുത്തു സാർ അവിടെ വരുന്നു. അദ്ദേഹം നിങ്ങളും കൂടിയിട്ട് ഈ കമ്പനി ഇപ്പോൾ ബ്രിഡ്കോ എന്ന് പറയുന്നത് എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് അതിൻ്റെ സ്റ്റേജ്?